അപ്പം ഇന്നൊന്ന് വടക്കാഞ്ചേരിക്ക് പോവുകയാണേ. ഞാനും അപർണയും ഉണ്ട് കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്കാണ് പോണത്. പോണ സമയത്ത് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കയറിയ ബസ് ആൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവൾ തൊട്ട് ബാക്കത്തെ ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മാരിമംഗോവിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൾ എത്തും ചെയ്തു. പക്ഷെ നമുക്കൊരു പണി കിട്ടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇപ്പോൾ പഴയ സ്ഥലത്തല്ല കേട്ടോ, അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി ഒരു സ്ഥലം പറഞ്ഞു തന്നു. അത് നമ്മളപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെയല്ല, നമ്മൾ ആദ്യം നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി. എന്നിട്ട് അവിടേക്ക് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നേരം ഫോൺ നോക്കിയിരുന്നു. പിന്നെ നമ്മുടെ അപ്പുറത്ത് അതുല്യ ചേച്ചിയാണ് കേട്ടോ ഇത്. ആ ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞ് കുറേ നേരം ഇരുന്നു. അതിനിടയ്ക്ക് ആൾക്കാർ വരണം പോകണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോയ സമയത്ത് അത്രയും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ തിരക്കൊക്കെ വന്നു തുടങ്ങി. ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലേ നമ്മൾ ക്ഷമ പഠിക്കുക. അങ്ങനെ നമുക്ക് പേപ്പേഴ്സൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ. അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇന്നലെ പിന്നെ മൊത്തത്തിൽ ഒരു മഴ ദിവസമായിരുന്നു. മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി കയറി നമ്മൾ ഷെയ്ക്കാട്ടോ കഴിച്ചത്. ഞാനൊരു ചോക്ലേറ്റ് മിൻറ്റും അവളൊരു മുംബൈ ഷാർജയാണ് കഴിച്ചത്. അപ്പോൾ അത് നമ്മൾ ആദ്യമായിട്ടോ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ ഒരു മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ തോന്നി. പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബസ് കയറി. പിന്നെ നമുക്ക് ചേലക്കര ഒന്ന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ് കയറി. പിന്നെ പോണ സമയത്ത് ചെറിയ രീതിക്കുള്ള മഴച്ചാറൽ തന്നെയായിരുന്നു.